നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ്. ഈ ആഴ്ചയോടെ തന്നെ ബയോമെട്രിക് മസ്റ്ററിങ്ങിൻ്റെ സേവനങ്ങളെല്ലാം അവസാനിക്കുകയാണ്. പിന്നീട് സർക്കാരിൻ്റെ ഉത്തരവിൻ പ്രകാരം എല്ലാ മാസങ്ങളുടെയും 20-ാം തീയതി വരെയൊക്കെ ചിലപ്പോൾ സമയം കാണും. പക്ഷേ നമ്മൾ വൈകുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത തീയതികളൊക്കെ അനുസരിച്ച് നമുക്ക് ആനുകൂല്യം മുടങ്ങുന്ന കുറച്ച് പതിവുകളുണ്ട്. അക്കൗണ്ട് താൽക്കാലികമായിട്ടൊക്കെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം. എന്നാൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ എല്ലാവർക്കുമുണ്ട്, സഹായം എല്ലാവർക്കും ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ മാസം 25-ന് ശേഷം വിതരണം ആരംഭിക്കുമെന്നാണ് അധികൃതർ ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം വിതരണമുണ്ടായിരുന്നു, ഇനി എല്ലാ മാസങ്ങളിലും സഹായമുണ്ട്. അതിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഈ മാസത്തെ സഹായം വിതരണം ചെയ്യുക. 25-ന് ശേഷം ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ധനസഹായം കൈമാറുമെന്നാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന അറിയിപ്പ്. ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളവർ ഈ ആഴ്ച തന്നെ പൂർത്തിയാക്കുക. ഇനി പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കളും ഒരു ഉറപ്പിന് വേണ്ടി, അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൃത്യതയ്ക്ക് വേണ്ടി നമ്മളുടെ സ്റ്റാറ്റസ് സേവന പെൻഷൻ വെബ്സൈറ്റിൽ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി സാധിക്കും. അതിൽ നമ്മുടെ മസ്റ്ററിംഗ് ചെയ്തത്, അതോടൊപ്പം തന്നെ മറ്റ് രേഖകൾ സമർപ്പിച്ചിട്ടുള്ളത്, കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. സേവന പെൻഷൻ വെബ്സൈറ്റ് കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് പരിശോധിച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് 2000 രൂപ നൽകുന്ന സ്കീമുണ്ട്. മാതൃജ്യോതി എന്നാണ് പദ്ധതിയുടെ പേര്. ഓൺലൈൻ വഴി അപേക്ഷ വെക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 10-ൽ പരം വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് പ്രസവാനന്തരം തങ്ങളുടെ കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് വേണ്ടിയാണ് ഈ സഹായം നൽകുന്നത്. 2 വർഷത്തേക്ക് സഹായം ലഭിക്കും. പരമാവധി 48,000 രൂപ വരെ ധനസഹായമായിട്ട് ലഭിക്കും. ഈ ആനുകൂല്യം നഷ്ടമാക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളിലേക്ക് ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. മാതൃജ്യോതി എന്ന് പറയുന്ന സ്കീമിനെ പറ്റി കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ട്. റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമുക്ക് ലഭിക്കുന്ന സഹായമാണിത്. വിവിധ ഭിന്നശേഷികൾക്ക് ഇത്ര ശതമാനം വൈകല്യ തോത് എന്ന് സർക്കാർ ഒരു പട്ടികയുണ്ട്. അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് വേണം നമ്മൾ അപേക്ഷ വയ്ക്കുന്നതിന്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. നമ്മളുടെ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ എന്ന പേരിൽ തന്നെ വാട്സപ്പിലേക്ക് ചില ആപ്പ് ലിങ്കുകൾ അല്ലെങ്കിൽ ആപ്പ് ഫയലുകൾ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യരുത് എന്ന് വിവിധ ബാങ്കുകളുടെ മുന്നറിയിപ്പുണ്ട്. ഇത് തട്ടിപ്പ് ആപ്ലിക്കേഷനുകളാണ്. ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിലെ പണം ഇവർ നിമിഷ നേരങ്ങൾക്കുള്ളിൽ കൈക്കലാക്കുമെന്നൊരു കാര്യം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ SMS ആയിട്ട് നമ്മുടെ ഫോണിലേക്ക് എത്തുന്ന ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വിവിധ അറിയിപ്പുകൾ, അതിനോട് പ്രതികരിക്കാതിരിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബ്രാഞ്ചിൽ നേരിട്ടെത്തി അന്വേഷിച്ച ശേഷം മാത്രം ഈ കാര്യങ്ങൾ ചെയ്തുകൊള്ളുക. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പണം നഷ്ടമായാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ നമ്മളുടെ പരാതി വേഗം തന്നെ രജിസ്റ്റർ ചെയ്യണം. ഗോൾഡൻ അവർ എന്ന് വിശേഷിപ്പിക്കുന്ന 1 മണിക്കൂറിനുള്ളിൽ തന്നെ പരാതിപ്പെട്ടാൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, കുട്ടികളുടെ ആധാർ പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ടാണ് അറിയിപ്പുള്ളത്. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ആധാർ അധിഷ്ഠിത വിതരണ രീതിയിലേക്ക് മാറുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം, സംസ്ഥാന സർക്കാരിൻ്റെ സഹായവുമെല്ലാം, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളിൽ ലഭിക്കേണ്ട വിവിധ നേട്ടങ്ങളുമെല്ലാം ഇനി മുതൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ആധാർ അധിഷ്ഠിതമായിട്ടായിരിക്കും. യഥാർത്ഥ കുട്ടികൾക്ക് തന്നെയാണ്, അതായത് യഥാർത്ഥ വിദ്യാർത്ഥിക്ക് തന്നെയാണ് സഹായം കൈമാറുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ്, തട്ടിപ്പ് തടയുന്നതിന് വേണ്ടിയാണ് ഇത്തരം ക്രമീകരണങ്ങളെല്ലാം വരുത്തുന്നത്. അതുമാത്രമല്ല, വിദ്യാർത്ഥിക്ക് ഭാവിയിലേക്കും ഏറ്റവും കൂടുതൽ പ്രയോജനകരമാകുന്ന രേഖ എന്ന രീതിയിൽ തന്നെ ആധാറിനെ കണക്കാക്കണം. ആധാർ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് 5-ാം വയസ്സിലും 15-ാം വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെ പേരിലുള്ള പൊരുത്തക്കേടുകൾ, മേൽവിലാസത്തിലുള്ള പൊരുത്തക്കേടുകൾ, ഡേറ്റ് ഓഫ് ബർത്തിൽ വന്നിട്ടുള്ള പിശകുകൾ, ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങൾ വഴി സംവിധാനമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കുക. ഈ അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.